രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിന് അപ്പത്തിന് പുളിപ്പിക്കാൻ വെച്ചതുപോലെ തന്നെ മാവ് ഇത്തവണയും പുളിച്ചു പൊന്തി പണി തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഏറ്റില്ല. കാരണം മാവ് വെച്ച പാത്രം അതിലും വലിയൊരു പാത്രത്തിനകത്താണ് ഞാൻ ഇറക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ മാവ് അങ്ങ് ചമ്മിപ്പോയി. ചേട്ടൻ എന്താ വിറകടുപ്പ് കത്തിക്കാനുള്ള തത്രപ്പാടിലാണ്. ആ സമയം കൊണ്ട് ഞാൻ അപ്പം അങ്ങ് ചുടാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയും അതിനെ പുളിക്കാൻ അനുവദിച്ചുകൂടാ. പിന്നെ പുളി അങ്ങ് കൂടിപ്പോവും, അഹങ്കാരിയായി പോകും. ആ അഹങ്കാരം നമ്മുടെ അടുത്ത് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം അതിന് ശേഷമാണ് വെച്ചത്. അങ്ങനെ ആദ്യമായി ഇന്ന് നമ്മുടെ അടുക്കളയിൽ അപ്പമാണ് ആദ്യമായിട്ട് വേവാനായിട്ട് തയ്യാറെടുത്തത്. അതിന് ശേഷമാണ് കഞ്ഞിക്കുള്ള വെള്ളം പോലും വെച്ചത്. ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ഞാനിങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനിയും അത് അതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ബീഫ് എന്നെ പ്രാഗി കൊല്ലും. അതുകൊണ്ട് അതിനെ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ വെള്ളമൊക്കെ തിളച്ചു. ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലൊക്കെ അരി കഴുകി ആ വെള്ളത്തിലേക്ക് ഞാൻ അരിയെ അങ്ങ് കുളിക്കാനായി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി കുളിച്ച് കയറി വരട്ടെ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇല്ലത്തമ്മ കുളിച്ച് വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. അപ്പം ചേട്ടൻ ആടിനെ കറന്ന് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുളിച്ച് കയറി വന്ന ചോറിനെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കമൻറ്റ് വന്നു, എന്തിനാണ് ഇങ്ങനെ ചോറ് കോരി മാറ്റുന്നത്? അത് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് വാർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കുറച്ച് കോരി മാറ്റാറുണ്ട്. അതിന് ശേഷമാണ് കുടിക്കാനുള്ള കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് ചോറിനെ അങ്ങ് വാർത്തിടുന്നത്. അങ്ങനെ ചോറിനെ വാർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പണി അങ്ങ് തീർന്ന് കിട്ടൂലേ. അപ്പോൾ ചോറ് വാർക്കുന്നൊരു വീഡിയോ ഞാൻ അങ്ങ് സ്പീഡില്ലാതെ തന്നെ പതുക്കെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ, ഇതുപോലെയാണ് ഞാൻ ചോറ് വാർക്കുന്നത് എന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ. ഒരല്പം കഞ്ഞിവെള്ളമൊക്കെ തൂളിപ്പോകുന്നുണ്ട് കേട്ടോ, അത് സാരമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ ചേട്ടൻ ആടിനുള്ള പുല്ലൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ശകടത്തിലാണ് പുല്ല് മുറിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് ബീഫ് കറിയും അതുപോലെ മീനുമായിരുന്നു. അപ്പോൾ ബീഫും കൂട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ കോളേജിലേക്ക് പോയിട്ട്